നമസ്കാരം സുഹൃത്തുക്കളെ. പിന്നെ അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ ചെക്കൻ ഈ ഉപദ്രവിച്ച ചെക്കൻ വളരെ ബ്രൂട്ടലായിട്ട്, അതായത് ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി, എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അവിടുത്തെ ഒരു ലേഡിയാണ്, ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവിടെ, ഇതിന് പോയ സമയത്തായിരുന്നു. അതിന് സംഭവം എന്താണ് എന്ന് മനസ്സിലായല്ലോ. 1-2 ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇത് തന്നെയാണ് വാർത്തയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് വെച്ച് സാവരിയ എന്ന ഒരു മലയാളി പെൺകുട്ടി ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇവിടുത്തെ മാധ്യമ ഭാഷ അനുസരിച്ചാണെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് തലയ്ക്കടിച്ച് കൊന്നു എന്നാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ ബന്ധു തന്നെ അവിടെ പോയിരുന്നു. അയാൾ നേരിട്ടറിഞ്ഞത് ഇവരുടെ കാൽപാദം മുതൽ നെറുകന്തല വരെ ചതച്ച് ചേർത്താണ് അതിനെ വല്ലാത്ത രീതിയിൽ കൊലപ്പെടുത്തിയത്. സദറുൽ അനാം എന്നാണ് അവൻ്റെ പേര്, കൊലപാതകയുടെ പേര്. ഇങ്ങനൊരു പേര് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വളരെ റെയറായിട്ടുള്ളൊരു പേര് അല്ലേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനൊരു പേര്. നമ്മൾ പൊതുവെ അറബി നാമമാണെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പേരുകൾ കേട്ടിരിക്കുന്ന ഷുക്കൂർ എന്നും ഫൈസൽ എന്നും ഹനീഫ് എന്നും മുഹമ്മദ് എന്നും അഹമ്മദ് എന്നും തുടങ്ങിയതൊക്കെയാണ്. പക്ഷേ ഈ സദറുൽ അനാം എന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് പേരിട്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം കടുത്ത വിശ്വാസികളായിരിക്കും എന്ന് ഓർത്ത് നോക്കുക. ഇതേതോ അറബി ഗോത്രവർഗത്തിൻ്റെയൊക്കെ ആ കൂട്ടത്തിലുള്ള പേരാണ് എടുത്തിട്ടിരിക്കുന്നത്. എൻ്റെ അർത്ഥം തെരഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, അതിലൊന്നും ഒരു കഥയില്ല. അപ്പോൾ അത്രയും കടുത്ത രീതിയിൽ ആ പശ്ചാത്തലത്തിൽ വളർന്നവനായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേരുകാരനായിട്ടും ഇവൻ ഈ കുട്ടിയെ, സാവരി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുമ്പോൾ അവൻ തുടക്കത്തിൽ തന്നെ പറയുന്നത് അവൻ എക്സ് മുസ്ലിം ആണെന്നാണ്. അതായത് ഞാൻ മുസ്ലിം വിശ്വാസിയല്ല, അത്രയും രീതികളോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ എക്സ് മുസ്ലിം ആണെന്ന് പറയുന്നത്. ഏത് ഈ സദറുൽ അനാം എന്ന് പറഞ്ഞ പേരുള്ള ഇവൻ. അവസാനം അത് സുഹൃത്തായി, ഒരു പക്ഷേ കൂടുതൽ അടുത്ത് കാണാം. പിന്നീട് അത് മതം മാറണമെന്നൊക്കെ പറഞ്ഞ് അതിനെ നിർബന്ധമായി. ഒടുവിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. നമ്മളിവിടെ എത്രയൊക്കെ ലൗകികത ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാലും ഈ വോട്ടിന് വേണ്ടിയിട്ട് ചില വൃത്തികെട്ട രാഷ്ട്രീയക്കാരടക്കമുള്ളവർ പറയും ലൗകികതയില്ല, ഇതൊക്കെ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്ന് പറയും. എന്നാൽ ഓരോ കൃത്യമായ ഇടവേളകളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺമക്കളുള്ള മാതാപിതാക്കളോടായിട്ട് എനിക്ക് പറയാനുണ്ട്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കേട്ടവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, കേൾക്കാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര അനുഭവം നമ്മുടെ മുന്നിൽ വരുമ്പോഴും നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളെ പെൺമക്കളോട് പറയണം, വർത്തമാന കാലത്ത് നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും വാർത്താ പരിപാടികൾ കണ്ടിരിക്കണം. അത് സംഗതി മാപ്രകളൊക്കെ ആണ് എങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഇതുപോലുള്ള കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. ഇനി അവർ കൊടുക്കുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്നുണ്ട്. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഫേസ്ബുക്കാണ്. നമ്മൾ ഈ ഇൻസ്റ്റ എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു സാങ്കല്പിക ലോകമാണ്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വർത്തമാന കാലത്ത് നടക്കുന്നതൊന്നും അറിയാൻ പറ്റത്തില്ല. അത് മറ്റൊരു ലോകമാണ്. കുറഞ്ഞ പക്ഷം ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ ഓരോ കൃത്യമായ ഇടവേളകളും വരും. അപ്പോൾ ഇവരൊക്കെ അതായത് ഇതുപോലുള്ള നാമധാരികൾ എത്ര മാൻവേഷം അണിഞ്ഞു വന്നാലും അവസാനം അത് കലാശിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്നൊരു ബോധം എപ്പോഴും ഉണ്ടെങ്കിൽ ഇവരുടെ ഒന്നും കെണിയിൽ പോയി വീഴില്ല. ഇതുപോലെ പേരുള്ള ഒരുത്തൻ അവൻ മലയാളിയാണ് എന്ന് ഓർക്കണം, മലപ്പുറംകാരനാണ്. അവൻ വന്നിട്ട് പരിചയപ്പെടുത്തുന്നത് അവൻ എക്സ് മുസ്ലിമാണ്, ഞാൻ മുസ്ലിം വിശ്വാസിയല്ല, അതിൽ നിന്നൊക്കെ വിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗഹൃദമാകുന്നത്. അതിനുശേഷം തനിക്കൊണം കാണിച്ച് ഇത് തന്നെയാണ് അവർ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു ഓപ്പറേഷൻ രീതി. ഇത് എത്രയോ കാലമായിട്ട് എന്നെപ്പോലുള്ളവർ ഇങ്ങനെ പറയുന്നു, മറ്റു ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? കുറഞ്ഞ പക്ഷം അവരുടെ പെൺമക്കളോടെങ്കിലും വർത്തമാന കാലത്ത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നെങ്കിലും പറയണം. അതിനാദ്യം വേണ്ടത് മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കുക എന്നതാണ്. എങ്കിലല്ലേ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നിരന്തരമായിട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ, അതായത് ഇതിനെ ഉദാഹരിച്ചിട്ടല്ല പറയുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരു 100 പേരെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം നടക്കുമ്പോൾ അത് വലിയ രീതിയിൽ വാർത്തയാവും, വിവാദമാവും, അതിൻ്റെ കൂടെ ചർച്ചയൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 100 ഇതുപോലുള്ള കാഫിർ പെൺകുട്ടികൾ ഈ വാർത്ത കാണുകയും ഇതുപോലെ പെടാൻ സാധ്യതയുള്ളവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട് ഇതിന്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ പറന്നു പോയത് ഏണി വെച്ച് പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. എത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെയും പെൺകുട്ടികൾ ഇതുപോലെ പോയി ചാടി കൊടുക്കുന്നു. നിങ്ങൾ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ചോളൂ, ഏത് മതസ്ഥരാണെങ്കിലും സ്നേഹിച്ചോളൂ. പക്ഷേ ഇടയ്ക്കിട്ട് മതം കയറി വന്നാൽ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടാം. പുല്ലേന്ന് പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കിയാണ്. കാരണം അവിടെ മുതൽ നിങ്ങളുടെ ജീവൻ പിന്നെ പണയത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ജീവൻ വേണോ അതോ താൽക്കാലികമായിട്ടുള്ള സ്നേഹം വേണോ എന്ന് അവിടെ വെച്ച് ആ പോയിന്റിൽ വെച്ച് തീരുമാനിക്കണം. നേരെ രക്ഷപ്പെട്ടോണം. കൂടുതലൊന്നും പറയാനില്ല.